നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. ദൈവം നിങ്ങളെ സ്നേഹിച്ചത് സ്വർഗത്തിലിരുന്നു കൊണ്ടല്ല, സ്വർഗത്തിൽ നിന്ന് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി നമുക്ക് സമനായി നമ്മോട് കൂടെ ചേർന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹമാണ്. ആ സ്നേഹം ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത സ്നേഹമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ആഗ്രഹിച്ച്, ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആർ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ സന്നിധി വന്നിട്ടുണ്ടോ അവരാരും നിരാശയോടെ മടങ്ങിപ്പോയിട്ടില്ല. ഇടത്തോട്ടും വലത്തോട്ടും നോക്കി വന്നവരെല്ലാം വഴിയിൽ വീണു. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വന്നവരെല്ലാം ദൈവമഹത്വം കണ്ടു. ആ ദൈവമഹത്വം കണ്ട തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കാൻ വച്ചിരിക്കുന്ന ഒരു വാഗ്ദത്ത നന്മയുണ്ട്. അത് ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യരാജ്യത്തിലും അത് അവകാശമാക്കി അവൻ വച്ചിട്ടുണ്ട്. ആ അവകാശം സ്ഥാപിക്കുവാൻ, ആ അവകാശത്തിന് അംഗീകരിക്കപ്പെട്ടവരായി നാം മാറ്റപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. ദൈവത്തിൻ്റെ വചനം എന്തെന്ന് നാം പഠിച്ചേ മതിയാകൂ. ഭൂതലത്തിൽ എങ്ങനെ വസിച്ചാൽ മാത്രമേ ആ വാഗ്ദത്തം നമുക്ക് പ്രാപിപ്പാൻ കഴിയുമെന്ന് നാം തിരിച്ചറിയേണ്ടതിന് ഈ പകൽക്കാലം നമുക്ക് തിരുവെഴുത്തിലേക്ക് കടക്കാം. 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ നല്ല പകൽക്കാലം ശരീരത്തിലിരിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ എന്തൊക്കെ ചെയ്യുന്നുവോ അതിനെല്ലാം ദൈവത്തിൻ്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ ശിക്ഷാവിധിയിൽ നിന്ന് ക്രിസ്തുവിലുള്ളവർ മോചിക്കപ്പെട്ടത്? സ്തോത്രം. ലോകത്തിൻ്റെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോകമോഹത്തിൽ വീണ് തകർന്നു പോകാമായിരുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ വീണ്ടെടുത്തു. മരണത്തിൻ്റെ അഗാധങ്ങളിൽ വീണു പോകേണ്ട നമ്മെ നിത്യജീവൻ നൽകി കർത്താവ് ഉയർത്തി മാനിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഉയർത്തിയ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നമ്മെ താഴ്ത്തിക്കൊടുത്താൽ മാത്രമേ ആ നരകത്തിൽ നിന്ന് നിത്യ സ്വർഗത്തിലേക്ക് നാം മാറ്റപ്പെടുകയുള്ളൂ. നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 10 മുതൽ 24 വരെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 24 വരെ വ്യക്തമായി നാം തിരിച്ചറിയണം. സ്തോത്രം. ജീവിതയാത്രയിൽ പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നത് സ്തോത്രം ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറ്റി ലോകത്തിലേക്ക് നോക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിക്കാതെ മനുഷ്യൻ പറയുന്ന വചനം കേട്ട് അത് പ്രകാരം യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്. ദൈവം നന്മ തന്നാലും ആ നന്മ ദൈവം തന്നതെന്ന് ഓർക്കാതെ നിൻ്റെ കൈയുടെ മിടുക്ക് കൊണ്ട് നീ നേടിയെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ്. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു ധനവാൻ തൻ്റെ ധനം മുഴുവനും വിളവ് സമ്പാദിച്ച് കൂട്ടിവെക്കാൻ വേണ്ടി ഒരു കളപ്പുര ഉണ്ടാക്കി. സ്തോത്രം. കളപ്പുരയ്ക്കകത്ത്
കൂട്ടിവെച്ചിട്ട് അവനോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഏറിയ കാലം ജീവിക്കുവാൻ എൻ്റെ കളപ്പുരയിൽ ധാരാളം സമ്പത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ആരെയും ആശ്രയിക്കാതെ ജീവിക്കും. സ്തോത്രം. തൻ്റെ ഹൃദയത്തിൻ്റെ മനോഗതം താൻ വിളിച്ച് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവൻ്റെ മനോഗതത്തിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നീ തയ്യാറായാൽ ഒരിക്കലും നീ തോറ്റുപോകത്തില്ല. നിന്നെ ഏതു വിധത്തിലും തോൽപ്പിക്കുവാൻ പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ലോകമോഹങ്ങളെ കാട്ടി നിന്നെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നല്ല പകൽക്കാലം പറഞ്ഞ ലോകത്തുള്ളതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സന്നിധിയിലുള്ളതാ. എൻ്റെ അപ്പൻ എനിക്ക് തരാൻ തുടങ്ങിയാൽ അത് തീർന്നു പോകത്തില്ല. അതുകൊണ്ട് പിശാചെ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ എന്നെ വലിച്ചിഴച്ചു കൊണ്ട് പോകുവാൻ നിനക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ് ആത്മാവിൽ ജാഗരിച്ച് ബലം പ്രാപിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ നീ ഉറച്ചു നിന്ന് നോക്ക്, നീ ജയിക്കും. ആ ധനവാനോട് സ്വർഗം പറയുന്നൊരു കാര്യമുണ്ട്, അവൻ്റെ സ്വപ്നങ്ങൾ അത്ര വലുതാരെന്നറിയാമോ? കാരണം തനിക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കുവാൻ ഇഷ്ടം പോലെ നന്മയുണ്ട്. സ്തോത്രം. അത് തൻ്റെ കളപ്പുരയ്ക്കകത്ത് ഇരിപ്പുണ്ട്. പിന്നെ തനിക്കൊന്നും ഭയപ്പെടണ്ട. പക്ഷെ സ്വർഗം ചോദിക്കുന്നു, ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതെല്ലാം ആരനുഭവിക്കും? സ്തോത്രം. അവൻ്റെ അകത്തൊരു ഇടുത്തി വീഴുന്ന പോലായിരുന്നു ദൈവത്തിൻ്റെ ആ ഒരു ചോദ്യം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ധനത്തിൽ പ്രശംസിക്കാതെ ദൈവകൃപയിൽ നീ ആശ്രയിക്ക്. ധനം നിന്നിൽ നിന്ന് പോകും, ദൈവകൃപ പോകാതെ നീ സൂക്ഷിക്കണം. സ്തോത്രം. പിശാച് ഏത് വിധത്തിലും ദൈവത്തിൻ്റെ കൃപ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ലോകത്തിൻ്റെ മോഹത്തിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നിന്റെ ഇല്ലായ്മകൾ കണ്ടിട്ട് നിന്നോട് പറയും, നിനക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ, അവർക്കതുണ്ട് അവർക്കിതുണ്ട്, അതുകൊണ്ട് നീ ഇത് ദൈവത്തെ വിട്ടേച്ച് നീ എൻ്റെ കൂടെ വന്നാൽ അവരുടെ കയ്യിരിക്കും ഞാൻ നിനക്ക് തരാം. സ്തോത്രം. നോക്കി, ഇയ്യോബിനെ ഒന്ന് പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇയ്യോബിൻ്റെ കരത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. സ്തോത്രം. എന്തിനു പറയുന്നു? തൻ്റെ പ്രാണൻ്റെ പ്രാണൻ ജീവൻ്റെ ജീവനുമായി തൻ്റെ മക്കളും തനിക്ക് നഷ്ടപ്പെട്ടു. ഒടുവിൽ തൻ്റെ കൂടെ ആശ്രയമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ ഭാര്യ പോലും വന്ന് പറയുന്നത്, നീ അവനെ തള്ളിപ്പറഞ്ഞ് ത്യജിച്ച് മരിക്കാം എന്ന്. സ്തോത്രം. യോബ് പറയുന്നൊരു വാക്കിതാണ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ തന്നെ ഇല്ലാതായാലും ഞാൻ ദേഹസഹിതനെ ഞാൻ എൻ്റെ പ്രിയനെ കാണും. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? തനിക്കൊരു വിശ്വാസമുണ്ട്. ഇന്ന് വരെ താൻ നിന്നതല്ല, സ്വർഗത്തിലെ ദൈവം എന്നെ നടത്തിയതാ. ഞാൻ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മിടുക്കുകൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. അതുകൊണ്ട് ആ കരുണയുള്ള ദൈവം എന്നോട് കരുണ കാണിക്കാതെ ഇരിക്കത്തില്ലെന്നുള്ള ഉറച്ച വിശ്വാസം ഇയ്യോബിന് അകത്തുണ്ടായിരുന്നുകൊണ്ട് ഇയ്യോബ് പറയുക, ഇല്ല, ആരൊക്കെ എൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞാലും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല. പിശാചിൻ്റെ തന്ത്രങ്ങൾ പലതും ഇതുപോലെയാ. നിന്നെ പ്രതികൂലത്തിൻ്റെ കൂട്ടിൽ കയറ്റി നിർത്തും, എന്നിട്ട് ലോകത്തിൻ്റെ മോഹങ്ങളെ കാണിക്കും, എന്നിട്ട് അവരുടെ ഇവിടെ സാക്ഷ്യങ്ങൾ നിന്നോട് പറഞ്ഞ് കേൾപ്പിക്കും, എന്നിട്ട് പറയും, അവരെ പോലെ അല്ലല്ലോ നീ, ഇവരെ പോലെ അല്ലല്ലോ നീ, നോക്ക് അവരെ കണ്ടുപഠിക്ക്, നീയോ തകർന്നു കിടക്കുന്നു, അവരെ ഉയർച്ച പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ പിശാചിൻ്റെ തന്ത്രമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ പിശാചിൻ്റെ വാക്ക് കേട്ടിട്ട് ഉയർന്നവനെ അല്ല നോക്കേണ്ടത്, ഉയരത്തിൽ വസിക്കുന്നവനെ നോക്കണം. സ്വത്രം. നമ്മളൊക്കെ നോക്കുന്നത് ഉന്നതന്മാരെ നോക്കുന്നത്, ഉന്നതത്തിൽ വസിക്കുന്നവനെ നോക്കാറില്ല. ഇവിടെ നോക്ക്, ഇയ്യോബ് പറഞ്ഞ വാക്യം ഇതാണ്, യഹോവ തന്നു. ഈ നല്ല പകൽ പ്രിയ ദൈവമക്കളെ, ഈ ആയുസ്സും ആരോഗ്യം ബലവും ഉണ്ടല്ലോ, അത് ദൈവം തന്നതാണെന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിയണം. സ്തോത്രം. എന്തെങ്കിലും കഴിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും കുടിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ദയ കൊണ്ടാണെന്ന് തിരിച്ചറിയണം. സ്തോത്രം. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ഇയ്യോബ് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം താഴെ ഇറങ്ങി വന്ന് ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയെങ്കിൽ ഈ നല്ല പകൽ നിന്റെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനാര് തടസ്സം നിന്നാലും സ്വർഗം ആ തടസ്സങ്ങളെല്ലാം ഈ എടുത്തു മാറ്റും. സ്വത്രം. ധനവാന്റെ അകത്ത് കേട്ട ആ വാക്ക് അവനെ വല്ലാതെ ഭയപ്പെടുത്തി. ശരിയല്ലേ, എൻ്റെ പ്രാണൻ എന്നിലില്ലെങ്കിൽ ഞാൻ ഈ കൂട്ടിവെച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് അവന് തിരിച്ചറിവ് തോന്നിയെങ്കിൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, ഇന്നയോളം നിന്നെ താങ്ങി നിർത്തിയ ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക്. ഒന്നിനും ഒരു കുറവുമില്ലാതെ സ്വർഗത്തിലെ ദൈവം നിന്നെ ജയത്തോടെ നടത്തും. നമുക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടുമ്പോഴേക്ക് നമ്മൾ പിന്നെ ആരൊക്കെയോ ആണെന്നുള്ളൊരു ചിന്തയാണ്.
ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയുക നീ ഗുഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാറില്ല. സ്വത്രം. നിന്നെപ്പോലെ ഭാഗ്യം ചെയ്തവൻ വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരും അംഗീകരിക്കത്തുമില്ല. അതെല്ലാം ആര് കൊണ്ടുവരുന്ന സ്വഭാവമാണെന്നറിയാമോ? പിശാച് കൊണ്ടുവരുന്ന സ്വഭാവമാണ്. കാരണം നിൻ്റെ മേലിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം എങ്ങനെ നശിപ്പിച്ചിട്ട് നിന്നെ രോഗത്തിനും ശാപത്തിനും അടിമാക്കി തീർക്കാമെന്ന് പിശാച് നോക്കിയിട്ട് അവൻ തന്ത്രങ്ങളെ മെനഞ്ഞുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുന്നെന്ന് നീ തിരിച്ചറിയണം. കാരണം ഒന്നുമില്ലാത്ത കാലത്ത്, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന കാലത്ത്, എല്ലാവരാലും പകയ്ക്കുകയും വെറുക്കുകയും ചെയ്ത കാലത്ത്, എല്ലാവരും നിന്നെ മറന്നു കളഞ്ഞ സമയത്ത് സർവശക്തനായ ദൈവം നിന്നെ ചേർത്ത് പിടിച്ച് ദേശക്കാട് മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ, ഉന്നതന്മാരുടെ നടുവിൽ നിന്നെ നിർത്തി മാനിച്ച ദിവസങ്ങളും നിമിഷങ്ങളും നീ ഓർത്തിട്ട് ദൈവമാണോ നല്ലത്, ലോകമാണോ നല്ലത് എന്ന് നീ തിരിച്ചറിയണം. സ്വത്രം. എന്നിട്ട് ദൈവമാണ് നല്ലതെങ്കിൽ ദൈവത്തെ വിട്ടേച്ച് ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവം പറയുന്നത് കേട്ടതനുസരിച്ച് യാത്ര ചെയ്യാൻ തയ്യാറായാൽ നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട, സാമ്പത്തികമായി, സാമൂഹികമായി, കുടുംബപരമായി അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തി ഭൂമിയിൽ ഉണ്ടായിരിക്കത്തില്ല. ഇനി ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, അനുഗ്രഹമെന്ന് പറയുന്നത് സ്തോത്രം വീടും കാറും വണ്ടിയും സാമൂഹികമായ ശ്രേഷ്ഠതയുമല്ല, നിന്റെ ദീർഘായുസ. സ്തോത്രം. ഒന്നുകൂടി ചേർത്ത് പറയാം, ഇതെല്ലാം തരുമ്പോൾ അത് തിന്നാനുള്ള ഭാഗ്യവും കൂടിയാ. സ്വത്രം. എൻ്റെ കർത്താവ് എല്ലാം കൊടുത്തിട്ട് നീ തിന്നണ്ട എന്ന് പറഞ്ഞ് നിനക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തന്നിട്ട് നിന്നെ കെട്ടിയിടുന്നവനല്ല എൻ്റെ കർത്താവ്. സ്വത്രം. ഡോക്ടർ പറയും, ലോകം പറയും, വൈദ്യൻ പറയും, അപ്പം പറയും, അമ്മ പറയും, നീ ചത്തുപോകും. പക്ഷെ ചത്തുപോയ നിന്നെ ജീവിപ്പിച്ചവനാ എൻ്റെ യേശു കർത്താവ്. സ്വത്രം. മരണകരമായ ആ പാതാളത്തിലേക്ക് പിശാചിനെ കൊണ്ടുപോയപ്പോൾ ആ മരണത്തിൽ വീണ്ടെടുത്ത കാൽവറിക്കുറിച്ച് നിനക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിൻ്റെ മഹത്വമുണ്ടല്ലോ, അത് ഓർത്തിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക്. നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ആരൊക്കെ നിനക്ക് എതിര് നിന്നാലും അവരുടെ തല തകർത്തുകൊണ്ട് സർവശക്തനായ ദൈവം നിനക്ക്, നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ജയം തരും. സ്വത്രം. നമുക്ക് വായിക്കാം, വായിച്ചേ. സ്വത്രം. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19-24 വരെ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച്, ഇത് സാക്ഷ്യം പറയുന്ന ആരാന്നറിയാമോ? എൻ്റെ യേശു കർത്താവാ പറയുന്നത്. സ്വത്രം. ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു, ഇല്ലാത്തതല്ല കർത്താവ്, ഉണ്ടായിരുന്നു. സ്വത്രം. ദിനം പ്രതി ആഡംബരത്തോടെ ജീവിച്ചു. ഒന്നിനും ഒരു കുറവുമില്ലാതെ സ്വത്രം ജീവിച്ചു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നിരുന്നു. സ്വത്രം. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ്റെ കൂടെ ആരുണ്ടായിരുന്നറിയാമോ? സ്വത്രം. കുറേ നായ്ക്കളുണ്ടായിരുന്നു. ധനവാന്റെ തീന്മേശയിൽ ആരുണ്ട്? അതിഥികളുണ്ടായിരുന്നു, ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, ഉന്നതന്മാരുണ്ടായിരുന്നു. എന്നാൽ ലാസറിൻ്റെ കൂടെയോ അവഗണിക്കപ്പെട്ട നായ്ക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. ഇവിടെ നോക്ക്, വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നത് ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. സ്തോത്രം. ധനവാന് നല്ല അടക്കം കിട്ടി, നല്ല കൊയറുണ്ടായിരുന്നു, നല്ല പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യാനുണ്ടായിരുന്നു, നാട്ടുകാരും വീട്ടുകാരും വിലപിക്കാനുണ്ടായിരുന്നു, നല്ല ഈട്ടിപ്പെട്ടി വാങ്ങിച്ച് നല്ലൊരു അടക്കം കൊടുക്കുവാനുണ്ടായിരുന്നു. പക്ഷേ ഈ ലാസറിനെ എങ്ങനെ അടക്കിയെന്ന് പറയുന്നില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ലാസറും ചത്തപ്പം ആ വ്രണം കാരണം ആ പട്ടികൾ ലാസറിനെ കടിച്ച് തിന്നെന്ന്. സ്വത്രം. ഒരാൾ പറഞ്ഞതാണ്, എനിക്കറിയത്തില്ല. പക്ഷേ ഇവരെല്ലാവരും രണ്ടുപേരും മരിച്ചു. സ്വത്രം. ലാസറിനെ അടക്കാൻ ബാക്കി കാണത്തില്ലായിരിക്കും, പട്ടിയെല്ലാം തിന്ന് കാണും. സ്വത്രം. അതുകൊണ്ട് ലാസറിനെ അടക്കിയെന്ന് പറയാത്തത്, പക്ഷെ ധനവാനെ അടക്കിയെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നുണ്ട്. നമ്മളും പലരും അങ്ങനെയല്ലേ? കർത്താവിൽ വിശ്വസിച്ച് വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും, നിങ്ങൾക്ക് ശവക്കോട്ട ഉണ്ടോയെന്നാണ്. സ്വത്രം. നിങ്ങൾക്ക് ശവക്കോട്ട ഉണ്ടോയെന്നാണ്. പിന്നെ ചോദിക്കുന്നത്, ഞാൻ വന്നാൽ ആരടക്കും എന്നെ? സ്വത്രം. പിന്നെ ചിലർ പറയുന്നുണ്ട്, വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്,
പക്ഷേ എൻ്റെ അച്ചായൻ കിടക്കുന്ന സ്ഥലത്ത് വേണം എന്നെ കടത്താൻ. അതുകൊണ്ട് ഞാൻ വന്നാൽ പിന്നെ അവരെന്നെ അവിടെ കടത്തത്തില്ല. സ്വത്രം. അച്ചായൻ എവിടെ കിടക്കുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വത്രം. അങ്ങനെ ചിലരുണ്ട്. സ്വത്രം. എൻ്റെ അച്ചായൻ കിടക്കുന്നിടത്തേ ഞാൻ കിടക്കുമെന്ന് പറയുന്ന ചിലരുണ്ട്. സ്വത്രം. നല്ല കാര്യം, അവിടെയെങ്കിലും കിടന്നാൽ മതി. പക്ഷെ അവിടെയും കടത്തത്തില്ല പിയായ്. സ്വത്രം. നാം മനസ്സിലാക്കണം, ഒരു സ്വസ്ഥതയില്ലാതെ നീ ചത്താലും സ്വസ്ഥതയില്ലാതെ അലഞ്ഞു നടക്കുമെന്ന് പണ്ടുള്ളവർ പറയുന്ന പോലെ. സ്വത്രം. നീ കിടക്കുന്നത് എവിടാണെന്ന് നീ പോലും അറിയത്തില്ല, പക്ഷേ അറിയുന്ന ഒരുവനുണ്ട്. സ്വത്രം. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, കുഞ്ഞെ, നിത്യ നരകത്തിന് ഓഹരിക്കാരിയാവാതെ നിത്യ സ്വർഗത്തിന് അവകാശിയാകുവാൻ നീ എൻ്റെ വചനം കേട്ട് അനുസരിച്ച് എന്നെ അനുഗമിക്കുക. സ്വത്രം. സ്വത്രം. പറ്റത്തില്ല. പാരമ്പര്യമായിട്ട് ഞങ്ങളങ്ങ് 7 കുടുംബത്തിൽ നിന്ന് വന്നവരാ എന്ന് പറഞ്ഞ് പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞ് എന്നെ അടക്കണമെന്നതിലേ സാധാരണപ്പെട്ടവരൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നെ അടക്കുന്ന ഈട്ടിപ്പെട്ടിയിലേ അടക്കാവൂ. സ്വത്രം. എന്നെ അടക്കുന്നെങ്കിൽ 10,000 പേരുള്ള കൊയറ് പാടിയിട്ടേ അടക്കാവൂ. എന്നെ അടക്കുന്നെങ്കിൽ ഒത്തിരി ആഡംബരത്തോടെ അടക്കാവൂ. അങ്ങനെ ഒരാളെ അടക്കിയ കഥ നിങ്ങൾക്കറിയാമോ? ലോകത്തെ കിടുകിടാ വറപ്പിച്ച അലക്സാണ്ടർ ചക്രവർത്തി. സ്വത്രം. ലോകത്തെ കിടുകിടാ വറപ്പിച്ച അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു നല്ല അടക്കം കിട്ടി. എന്തുവാണെന്നറിയാമോ? താൻ മരണത്തോട് മല്ലിടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്വത്രം, നിങ്ങൾ എന്നെ അടക്കുവാൻ കൊണ്ടുപോകുമ്പോൾ സ്വത്രം എൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടത് സ്വത്രം ആരാന്നറിയാമോ? എൻ്റെ പെണ്ണും പിള്ളയും പുള്ളരും ഒന്നും അല്ല, വൈദ്യന്മാർ ചുമക്കണം. സ്വത്രം. എൻ്റെ ശവമഞ്ചം ആര് ചുമക്കണം? വൈദ്യന്മാർ ചുമക്കണം. സ്വത്രം. അപ്പം കേട്ട് നിന്നവർ ചോദിച്ചു, അല്ലയോ യജമാനനെ, എന്തിനാ ഈ വൈദ്യന്മാർ ചുമക്കണം? ഞങ്ങൾ ചുമന്ന പോരാ. ഈ വൈദ്യന്മാർക്കോ മെഡിസിനോ എൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയില്ലെന്ന് ലോകമറിയണം. സ്വത്രം. ഒന്നും കൂടെ ഉണ്ട്. സ്വത്രം. ഒന്നും കൂടെ ഉണ്ട്. സ്വത്രം. അതെന്തുവാ സാറേ? ഞാൻ പോകുന്ന വഴിയിൽ മുഴുവനും ഞാൻ സമ്പാദിച്ച രത്നങ്ങളും വൈഡൂര്യങ്ങളും വാരി വിതരണം, സ്വർണ്ണ നാണയങ്ങൾ വാരി വിതരണം. അതെന്തിനാ? ഈ സമ്പാദ്യങ്ങൾക്കൊന്നും എൻ്റെ പ്രാണന് വില തരാൻ കഴിഞ്ഞില്ല എന്ന് ലോകമറിയണം. അവർ വിചാരിച്ച് തീർന്നു കാണുമെന്ന്. സ്വത്രം. രാജാവിൻ്റെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. രാജ്യത്തെ കിടുകിട ഉറപ്പിച്ചവനല്ലേ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞെളിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞ്, ഹേ മഹാസമുദ്രമേ, നീ ഒരു വലിയ പടസൈന്യമായിരുന്നു, നിന്നെയും യുദ്ധം ചെയ്ത് ഞാൻ എൻ്റെ കാൽ കീഴാക്കുമെന്ന് പറഞ്ഞ് ശൗര്യത്തോടെ നിന്ന അലക്സാണ്ടർ ചക്രവർത്തി അവസാനം പറഞ്ഞു എന്തോന്നറിയാമോ? എൻ്റെ ശവപ്പെട്ടിയുടെ 2 സൈഡിലും 2 ഓട്ട ഇടണം, എന്നിട്ട് എൻ്റെ 2 കരവും ആ ശവപ്പെട്ടിയുടെ വെളിയിലോട്ടിട്ടേക്കണമെന്ന്. സ്വത്രം. ജനമെല്ലാം അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു, അതെന്തിനാ യജമാനനെ? ഞാൻ ഈ ലോകത്തിൽ നിന്ന് എല്ലാം വെട്ടിപ്പിടിച്ചു, പക്ഷെ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ നേടിയതെല്ലാം ഈ ലോകത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നുവെന്ന് ലോകം കാണണം. ഈ നല്ല പകൽ നിങ്ങളോട് പറയട്ടെ, ലോകത്തിൽ ദൈവം നമുക്ക് ഉപജീവന മാർഗത്തിന് തന്നതെല്ലാം അത് ജീവിതകാലം മുഴുവനും അനുഭവിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് ദൈവം പറഞ്ഞത്. അതും വെട്ടിപ്പിടിച്ച് കോഴിക്കുഞ്ഞിനെ അടവയ്ക്കുന്നത് പോലെ അതിൻ്റെ മേളിൽ പൊരുന്നിരുന്ന നീ വീണ് ചാകുക അല്ലാതെ അതിനകത്തുനിന്ന് ഒരംശം എടുത്ത് തിന്നാൻ പറ്റത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് വല്ലതും തിന്നുകുടിച്ച് സംതൃപ്തിയോടെ തന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്നുണ്ടല്ലോ അങ്ങ് സ്വർഗരാജ്യത്തിൽ ചെന്ന് ചേരാം. ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു. സ്വത്രം. ധനവാൻ യാതനാ സ്ഥലത്ത് പോയി, ലാസർ അബ്രഹാമിൻ്റെ മടിയിലെത്തി. സ്വത്രം. നോക്ക്, അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടിട്ട് നരകയാതന അനുഭവിക്കുന്ന ധനവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാം പിതാവേ, ആ ലാസറിനെ എൻ്റെ അടുക്കലേക്കൊന്ന് വിടണേ എന്ന്. സ്വത്രം. സ്വത്രം. നോക്ക്, അടുക്കലേക്കൊന്ന് വിടണേ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം പറയും, സോറി മോനെ, സ്വത്രം,
നിങ്ങൾക്കിടയിൽ ഒരു വലിയ വിടവുണ്ട്, അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. സ്വത്രം. ഓയോ കർത്താവേ, അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അവനെ ഞങ്ങളുടെ ഗുണപ്പെടാത്ത കുറേ ചേട്ടന്മാരും ചേട്ടത്തിമാരും അനിയത്തിമാരും കൊച്ചമ്മമാരും ഒക്കെ അവിടെയുണ്ട്, അവരെ അടുക്കലെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ട് അവരെങ്കിലും ഈ നരകത്തിൽ വരാതിരിക്കാൻ ഒന്ന് സഹായിക്കണേ. സ്വത്രം. സ്വത്രം. സ്വർഗത്തിൽ സോറി മോനെ. സ്വത്രം. ഇവിടെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും പുരോഹിതന്മാരും നാളായി പരസ്യയോഗം നടത്തിയും കവലപ്രസംഗം നടത്തിയും കൺവെൻഷൻ നടത്തിയും ഒക്കെ ദേശത്ത് നിന്ന് വിളിച്ചു പറയുന്നു, മറ്റൊരുത്തൻ രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ ഉൾപ്പെടും യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമല്ല. ആ നാമത്തെ വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത് യേശു കർത്താവ് വായി കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷ പ്രാപിക്കും. സ്വത്രം. എത്ര നാളുകൊണ്ട് പറയുന്നുണ്ട് അവർ. അത് കേൾക്കാത്ത നിൻ്റെ കൂടപ്പറപ്പുകൾ യവൻ എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി പറഞ്ഞാൽ കേൾക്കുമോ? ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്ന മുട്ടാടുകൾ മേധസ്സിനേക്കാളും നല്ലതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നെങ്കിൽ സ്വർഗം പറയുക, അവിടെ നിൻ്റെ വീട്ടിൽ ട്രാക്റ്റുമായിട്ട് എത്ര പേര് വന്നു അന്ന് നീ അംഗീകരിച്ചോ? സ്വത്രം. എത്ര പ്രാവശ്യം നീ റോഡിൽ കൂടെ വണ്ടി ചീറിപ്പാഞ്ഞു പോയപ്പം അവിടെ നിന്ന് കവലപ്രസംഗത്തിന് ഉപദേശിമാരെ വിളിച്ച് പറഞ്ഞിട്ട് മനുഷ്യ പാപത്തു നിന്ന് മോചനം പ്രാപിപ്പാൻ യേശുവിൽ വിശ്വസിക്കാമെന്ന് കേട്ടോ നീ? സ്വത്രം. എത്ര പ്രാവശ്യം ദേശത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കൺവെൻഷൻ വെച്ച് പ്രസംഗിച്ചു. സ്വത്രം. ആ സമയത്തിലെ ഉപദേശിക്ക് ഭ്രാന്താന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? സ്വത്രം. അയാളുടെ കയ്യിലെ പണത്തിൻ്റെ കൊഴുപ്പാന്ന്. സ്വത്രം. ഇനി മതം മാറ്റാൻ വന്നിരിക്കുകയെന്ന്. സ്വത്രം. സ്വത്രം. പിന്നെ ഒന്നുകൂടെ പറഞ്ഞ് പള്ളിയിൽ ആളിനെ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാന്ന്. സ്വത്രം. യേശു പറഞ്ഞു, മോനെ നിൻ്റെ അടവുകളൊക്കെ അങ്ങ് മാറ്റിവെക്ക്. നീ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്തിരുന്നെങ്കിൽ നീ മഹത്വത്തിൽ വസിക്കുമായിരുന്നു. എന്നാൽ നീ ആഡംബരത്തോടെ ജീവിച്ചപ്പോൾ ഈ ആഡംബര ജീവിതം തന്ന ദൈവത്തെ നീ മറന്നു, ദൈവവചനത്തെ നീ മറന്നു, ദൈവ മഹത്വത്തെ നീ മറന്നു. ഈ നല്ല പകലിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിച്ചിരിക്കുമ്പോൾ മഹത്വം ദൈവത്തിന് ആര് കൊടുക്കുമോ അവരെ സർവശക്തനായ ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ ഉപേക്ഷിക്കാത്ത സർവശക്തനായ ദൈവം നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ ഒരു മാർഗമൊരുക്കി. അതാണ് സ്നാനം. സ്വത്രം. നീ രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഒരു മാർഗമൊരുക്കി. ആ മാർഗമാണ് യോഹന്നാൻ്റെ കൈക്കീഴെ യേശു കർത്താവ് ചെന്നിട്ട് പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക. സ്വത്രം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടതിന് നിന്നാൽ ഞാൻ സ്നാനമേൽക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വത്രം. യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു കർത്താവ് സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ സ്വർഗം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതുവരെ 30 വയസ്സുവരെയും ഒരു സ്വർഗവും പറഞ്ഞില്ല യേശു സ്വർഗത്തിൻ്റെ പുത്രനാണെന്നും എൻ്റെ പിതാവിൻ്റെ പുത്രനാണെന്നും. എപ്പോൾ താൻ വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയോ അപ്പോഴാ പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അങ്ങനെയാണെങ്കിൽ പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, വെള്ളത്താലും ആത്മാവിനും ജനിച്ച നീ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇനി നിനക്കൊരു ശിക്ഷാവധി സ്വർഗം തരികയില്ല. സ്വത്രം. 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 നീ ഭാഗ്യം ചെയ്തവളാ, നീ ഭാഗ്യം ചെയ്തവളാ. നിൻ്റെ മേലുള്ള ആത്മാവുണ്ടല്ലോ ലോകത്തെ കീഴ്മേൽ മറിപ്പാൻ കഴിവുള്ളതാ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവിൻ്റെ വിലയുണ്ടല്ലോ അത് മുഴുലോകത്തെക്കാൾ വലിയതാ. സ്തോത്രം. പാപികൾ സ്വർഗരാജ്യം അവകാശമാക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നെങ്കിൽ പാപം ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു നാളിൽ നീ ശരീരത്തിലിരിക്കുന്നത് ചെയ്യുന്നതിന് നീ കണക്ക് പറയേണ്ടി വരും. എവിടെ? ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയിൽ. അന്ന് നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുവാൻ സ്വത്രം മൂവരുണ്ടാവും. സ്വത്രം വായിക്കാം. സ്വത്രം. 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം, 1 യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-8 വാക്യം. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് സാക്ഷ്യം പറയുക. പോളിനെ ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയിൽ കൊണ്ട് നിർത്തി. സ്വത്രം. പിശാച് പറഞ്ഞു, യവൻ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുള്ളവനാ.
കൺവെൻഷൻ്റെ പേര് പറഞ്ഞിട്ട് സ്വത്രം ഒരുപാട് പൈസ അടിച്ചു മാറ്റിയവനാ. സ്വത്രം യവനെ എൻ്റെ കൂട്ടത്തിലേക്ക് വിട്ടേരെ. സ്വത്രം സ്വർഗത്തിലെ ദൈവം ഒന്ന് നോക്കും, ശരിയാ പിശാചേ നീ പറഞ്ഞത്. അവൻ പണ്ട് അതും അതിനപ്പുറവും ചെയ്തിട്ടുണ്ട്. സ്വത്രം ഉണ്ട്. സ്വത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, കാശ് വേണം, പാട്ട് പാടണം, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ദൈവത്തെ പോലും വിൽക്കാൻ ശ്രമിച്ചവനാ. പക്ഷേ സ്വർഗം എൻ്റെ കൊങ്ങയ്ക്കൊരു പിടി പിടിച്ചപ്പം അതെല്ലാം മാറ്റിവെച്ചിട്ട് യേശു മാത്രം മതി എന്ന് പാടി. സ്വത്രം അന്ന് മുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. പിശാചിൻ്റെ അടുത്ത് പറയും, കോടതി നിൽക്കുക പിശാച് ഇങ്ങനെ എന്നെ കൊണ്ടുപോകാനായിട്ട്. അന്നേരം പറയും, എടാ നീ പറഞ്ഞത് ശരിയാ, പക്ഷേ സ്വത്രം അവൻ എന്നിൽ വിശ്വസിച്ച് അവൻ എൻ്റെ കൽപ്പന അനുസരിച്ചതുകൊണ്ട് സ്വത്രം അവനിനി നരകത്തിന് യോഗ്യനല്ല, അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയാ. സ്വത്രം പിശാച് ചാടിക്കറി ഉടനെ പറയും, ഇല്ല 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 ഇല്ല. സ്വത്രം മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ഞാൻ അവരുടെ മുമ്പിൽ ഒരു മാതൃക വെച്ചു. അത് പിൻപറ്റിയവരെല്ലാം നിത്യരാജ്യത്തിന് അവകാശികളാ. സ്വത്രം എന്നാൽ ഞാനൊന്ന് കേൾക്കട്ടെ, ഞാൻ അവൻ്റെ ഓരോ തെറ്റുകളും ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വചനം പറഞ്ഞ്, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളാമാണ്. അവിടെ പെട്ടെന്ന് നിർത്തട്ടെ. സ്വത്രം ഞാൻ പറയട്ടെ, ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് മേളിലല്ല കിട്ടുന്നത് കേട്ടോ, ഇവിടെ തന്നെ കിട്ടും. ഓർത്തോണേ. സ്വത്രം നമ്മുടെയൊക്കെ ചിന്താഗതി എന്തോന്നറിയാമോ, മേളിൽ കിട്ടുമെന്നാ. അതുകൊണ്ട് ഇവിടെ എന്തും കാട്ടിക്കൂട്ടാവുന്ന ഇല്ല കുഞ്ഞുങ്ങളെ. മേളിൽ ന്യായവിധി മാത്രമേ ഉള്ളൂ, ശിക്ഷ ഇവിടെ. മനസ്സിലാക്കിയിട്ടല്ലേ പറയണേ. സ്വത്രം ശിക്ഷ ഇവിടെ. നിൻ്റെ കൂടപ്പറപ്പനെ നിസാര എന്ന് വിളിച്ചാൽ പോലും പണി നിനക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തോട് കൂടെ നിൽക്കാനാണ് ദൈവത്തിന് വചനം പറയുന്നത്. സ്വത്രം യേശു കർത്താവിൻ്റെ അടുത്ത് പിശാച് നിനക്കും എനിക്കും വേണ്ടി വാദിക്കുമ്പം ഒരാൾ സാക്ഷ്യം പറയാൻ വരും. സ്വത്രം ആരാന്നറിയാമോ ആദ്യം വരുന്നത്? വായിച്ച പെട്ടെന്ന് വായിച്ചേ. ആത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഈ പിശാച് പറഞ്ഞ എല്ലാം ശരിയായിരുന്നു. അവൻ പൈസയ്ക്ക് വേണ്ടി, ആളാവാൻ വേണ്ടിയും പേരെടുക്കാൻ വേണ്ടി അവൻ പാടിയത്. പക്ഷേ അവൻ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ എൻ്റെ കൽപ്പന അനുസരിക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ആത്മാവ് അവൻ്റെ ഉള്ളിൽ സംസാരിച്ചു, നീ ചെയ്യുന്നത് പാപമാ, നീ കാണിക്കുന്നത് തെറ്റാ എന്ന് അവൻ്റെ ഉള്ളിൽ സംസാരിച്ചപ്പോൾ അവൻ അത് വിട്ടുതിരിഞ്ഞു. അടുത്തേ വിട്ടുതിരിഞ്ഞവൻ ഓടിപ്പോയില്ല. പിന്നെയോ അവൻ വെള്ളത്തിലിറങ്ങി കഴുകൽ പ്രാപിച്ചു. അല്ല, മനസ്സിലായോ? ആരാ പറയുന്നത്? കർത്താവ് പറയാ, കഴുകൽ പ്രാപിച്ചു. പിന്നെ എൻ്റെ രക്തത്താൽ ഞാൻ അവനെ ശുദ്ധീകരിച്ച് വീണ്ടെടുത്തു. അല്ലോ, ഇവിടെ ഉണ്ടോ ദൈവമക്കളെ? യേശുവിൻ്റെ പുണ്യാഹ രക്തത്താൽ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരായതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ല. സ്വത്രം. എന്നാൽ സ്വത്രം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കാൻ ഒരുങ്ങിക്കോണേ. അതുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ദൈവവചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് അത് പ്രകാരം ജീവിച്ചാൽ നീയും നിൻ്റെ സന്തതിയും നിൻ്റെ കൂട്ടാളിയും നിൻ്റെ കുടുംബവും ലോകരുടെ മുമ്പിൽ പരസ്യക്കൊലമാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമാകും. സ്വത്രം. ന്യായവിധിയുടെ കോടതിയിൽ നിനക്ക് വേണ്ടി വാദിക്കുവാൻ യേശു കർത്താവ് വരണമോ? യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ച മാതൃക പിൻപറ്റി വചനം എന്ത് പറയുന്നുവോ അതനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുക. വചനം എന്താണ് പറയുന്നത്? 128 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം. യഹോവയെ ഭയപ്പെട്ട്
അവൻ്റെ വഴികളിൽ നടക്കണം. ഇനി അതിൻ്റെ മൂന്നാം വാക്യം പറയുന്നെങ്കിൽ, മൂന്നാമത് കൽപ്പന പറയുന്നത്, നിൻ്റെ അപ്പനും അമ്മയും പറയുന്നത് അനുസരിക്കുക, അവരെ ബഹുമാനിക്കുക. അങ്ങനെയെങ്കിൽ നിനക്കെന്ത് കിട്ടും? ദീർഘായുസ് കിട്ടും. സ്വത്രം. അപ്പം ദീർഘായുസ് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. എത്ര പേര് തയ്യാറുണ്ട്? ഇന്നലെ വരെ എൻ്റെ സംസാരം, ചിന്ത, പ്രവൃത്തി, നോട്ടം, കൊടുക്കൽ വാങ്ങലുകൾ ഒത്തിരി കുറവുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം നിന്നെ ശിക്ഷിക്കാതെ വിടുന്നത്. സ്വത്രം. ദൈവം നിന്നെ ശിക്ഷിക്കാതെ വിടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? രാത്രിയുടെ യാമങ്ങളിൽ നീ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, പകലുകളിൽ നീ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അതിന് മറികടന്ന് പോകാൻ എൻ്റെ കർത്താവിന് മനസ്സില്ലാത്തത് കൊണ്ടാണ്. അല്ല, നമ്മുടെ മിടുക്കല്ല കേട്ടോ, നമ്മുടെ മിടുക്കല്ല. മനസ്സുള്ള ദൈവം നിന്നെ മനസ്സോടെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിന്നെ തള്ളിക്കളയാത്തതും ശത്രു നിന്നെ തകർക്കാത്തതും. ഈ നല്ല പകൽ പറയട്ടെ, നിത്യ നരകത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് വീണ്ടെടുത്ത കർത്താവിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിലേക്ക് നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ നിത്യരാജ്യത്തിൽ എത്തുന്ന നാൾ വരെയും ലോകത്തിനൊരു പാവവും ശാപവും നിന്നെ കടന്നു പിടിച്ച് നീ മാരകരോഗത്തിന് അടിമയായി നരകിച്ച് ജീവിതം കഴിച്ചു കൂട്ടുവാൻ ദൈവം സമ്മതിക്കാതെ ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ നിന്റെ മക്കളുടെ മക്കളെയും കണ്ട് സുഖത്തോടെ കിടന്നുറങ്ങി ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാൻ സ്വർഗം നിന്നെ സഹായിക്കും. വേണോ? ഇത് വേണോ? അതോ ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളും ലോകത്തിൻ്റെ ആഡംബരങ്ങളും തേടി ദൈവത്തെ മറന്ന് ഓടണമോ? എന്തു വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ ലോകത്തിൻ്റെ മോഹത്തിൽ പോകുന്ന വഴി വിശാലമാ. സ്വത്രം. ലോകത്തിൻ്റെ മോഹത്തിൽ പോകുന്ന വഴി വിശാലമാ. സ്വത്രം. എന്നാൽ ദൈവരാജ്യത്തിൽ പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും നിറഞ്ഞതാ. പക്ഷേ ആ ഇടുക്കത്തിലൂടെ, ഞെരുക്കത്തിലൂടെ നീ അപ്പുറത്ത് കടന്നാൽ വിശാലമായൊരു സ്വർഗരാജ്യം നിനക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ലോകത്തിൻ്റെ മോഹമാണ് നിന്നെ കടന്നു പിടിക്കുന്നെങ്കിൽ നീ പോകുന്ന വഴിയെല്ലാം വിശാലമായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഈ നല്ല പകൽക്കാലം പറയട്ടെ, സർവശക്തനായ ദൈവത്തെ നീ മുറുകെ പിടിച്ചെങ്കിൽ ദൈവം നിന്നെ പിടിച്ചോണം. ദൈവം നിന്നെ പിടിച്ചില്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്ക. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് പിടിവിടാതെ ലോകത്തേക്ക് നോക്കി യാത്ര ചെയ്യാതെ ദൈവത്തോട് കൂടെ നിൽക്ക്. കർത്താവ് അന്ത്യത്തോളം നിന്നെ കരം പിടിച്ചു നടത്തുന്ന ശക്തനാണ്. അതുകൊണ്ട് ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഇതിനെ നശിപ്പിക്കുന്ന യാതൊരു ദുസ്വഭാവങ്ങളിലും ഞാൻ ചെന്ന് വീഴാതെ വിശുദ്ധിയെ കാത്ത് ഓട്ടം തികച്ച് ദൈവത്തിൻ്റെ നീതിയുടെ കിരീടം പ്രാപിക്കുവാനായി ഞാൻ ഒരുങ്ങി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മനസ്സുള്ളവരായി അതിനുവേണ്ടി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ നല്ല